തേങ്ങ എല്ലാം കിടന്ന് ഉണങ്ങിതേ കൊപ്രേ കൊത്തി കൊത്തി അങ്ങ് വെക്കാം ഫ്രിഡ്ജില്. എടി അതല്ല, ഇത് അരിഞ്ഞ് വെയിലത്തോട്ട് വെച്ചാ എണ്ണ ആട്ടിക്കൂടായോ? മഴയത്തിഞ്ഞ് അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. ചേച്ചി ആ ജിമ്മിലൊക്കെ പോയി വന്നാ? ഇന്ന് കുറച്ചേ ചെയ്തോളൂ, കുറെ ബ്രേക്ക് എടുത്തല്ലേ. ഒരുപാട് ടൈം ചെയ്യോ? ഇല്ലേ ചിന്നൊരു 1 മണിക്കൂർ ചെയ്തോളൂ. ജിമ്മിലോ? അതെവിടാ? പാലച്ചോട്. ഈ പെണ്ണുങ്ങള് മാത്രം ഭാരം എടുക്കുന്ന സ്ഥലമാണോ? അമ്മ അത് യൂണിസെക്സാ, 2 പേരും ഉണ്ട്. ആണോ? അമ്മോ എന്താ എടി ഏത് തരക്കാരാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല വൈബാണമ്മ. ചേച്ചി ഞാൻ രാവിലെ ബോയിൽ ചെയ്യാൻ വെച്ച മുട്ട അത് ബോയിൽ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. മാഡം എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. അമ്മായി വെള്ളം മാത്രം കഴിച്ചു കഴിഞ്ഞെങ്കിൽ മഞ്ഞ ഞാൻ കഴിക്കാം. അയ്യോ സഹായം വേണ്ട. യോക്ക് വെരി ഗുഡ് കൊളസ്ട്രോൾ. ചോക്കേഴ്സ് യോക്ക് കേശുവിന്റെ അത് ശ്രീകുട്ടാ, ഓ നീ പണ്ട് ഇങ്ങനെ കയറിൽ തൂക്കി കിടക്കൂലായിരുന്നാ? ഇങ്ങനെ റൗണ്ടൊക്കെ ഇട്ടിട്ട് റിങ്ങൊക്കെ ഇട്ടിട്ട് അതെ അതെ. പിന്നെ പറമ്പില് ഇറങ്ങി കൃഷിയൊക്കെ ചെയ്യൂലായിരുന്നാ? പിന്നെ തലകുത്തി പറയും എന്തൊക്കെ കാണിച്ചു കൊടുക്കണേ? അതൊക്കെ നാച്ചുറൽ റൂട്ട്സ് അല്ലേ ചേച്ചി? അന്നൊക്കെ ഉണ്ടല്ല, അന്നൊക്കെ 6 പാക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളും. പറമ്പിൽ കൂടെ ഒക്കെ ഓടിപ്പോണാണ് 6 പാക്ക്. പക്ഷെ മാമ ഇപ്പൊ പോയി. എവിടെ പോയി? എവിടെ പോയി? ഈ ഗൾഫിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം 6 പാക്ക് ഒക്കെ പോയെന്ന് കണ്ടില്ലേ? വയറൊക്കെ വെച്ച് പോടാ അവിടെ നിന്ന്. ഇതേ നാച്ചുറൽ ഹെൽത്തി ബോഡിയാണ്. എന്റെ അച്ഛന്റെ അതേ ആരോഗ്യമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഭയങ്കര ആരോഗ്യം തന്നെ. ചുമ്മാ വീട്ടിലിരുന്നേ ഒരു പണി ചെയ്യാതെ ഇങ്ങനെ മുണുങ്ങിക്കൊണ്ടിരുന്ന ശരീരത്തിന്റെ ഷേപ്പ് മാറുമെന്ന്. എനിക്ക് ഒരു മാറ്റവും ഇല്ല. ചേച്ചി പറഞ്ഞോ? വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലെന്ന്. എടി നീ അവനെ കൊണ്ടുപോ, അവന്റെ ശരീരമൊക്കെ ഒന്ന് നേരെ ആവട്ടെ. അതിനിപ്പോ എന്റെ ശരീരത്തിന് എന്താണ് കുഴപ്പം? എടാ ചെറുക്ക, ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന കുഴപ്പമാവും. അമ്മ നോക്കിക്കോ, സമയം കിട്ടുമ്പോ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി ഒരു കിളക്കലുണ്ട്. അതുകൊണ്ട് ശ്രീകുട്ടന്റെ ശരീരം ഇങ്ങനെ കയറി വരും. ചുമ്മാ വർത്താനം പറയാൻ മാത്രമേ പറ്റുള്ളൂ. നിന്നെ കൊണ്ട് നീ ഒന്നും പറ്റുന്നില്ല. ചേച്ചി നീ എന്തിനാടാ എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നേ? അമ്മ ഒരു വെറൈറ്റിക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട്. സമാധാനമായല്ലോ. ഭവാനി, എന്തോന്നാടാ കടന്ന് വിളിക്കുന്നേ? നീ പോണില്ലേ? അതെന്ത് പോന്നില്ലെന്ന് ചോദിച്ചു? ഞാൻ ഇന്ന് വീട്ടിൽ പോണേ, അതുകൊണ്ട് ചോദിച്ചു പോണില്ലേന്ന്. അതുകൊണ്ട് ഞാനും പോണോ? ഈ ഇവിടെ നിന്ന് പിള്ളേർക്ക് ശല്യം ഉണ്ടാക്കാതെ പോരാറെക്കാലം വീട്ടില്. തോണി ഞാൻ കത്തിക്കും കേട്ടാ. ഞാൻ വിചാരിച്ചു നല്ലൊരു അടി നടക്കുന്നു. മക്കളെ, ഞാൻ ഭവാനിയെ ഇണക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. നമുക്ക് നാളെ പോവാൻ ശങ്കര. ആ നാളെ. ഹലോ, ഇതെങ്ങോട്ടാണ് ഈ ശരം വിട്ട പോലെ പോകുന്നത്? കുറച്ച് വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. ഓ ഡയറ്റ്? ഡയറ്റ് ഒന്നും അല്ല, കാർബൊക്കെ കട്ട് ചെയ്തിട്ടേ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. ഫ്രൂട്ട്സ് എന്തും കൊണ്ട് ഒരു നല്ല തീരുമാനമാണ്. എന്റെ അഭിപ്രായത്തിൽ ഫ്രൂട്ട്സ് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാം. നന്നായി ഇവനെ വിശ്വസിക്കരുത്. ആ സ്റ്റോക്കിൽ നിന്ന് കൈയിട്ട് വരാനാണ് ഇവന്റെ ഉദ്ദേശം. കൈയിട്ട് വാരിയ കൈക്കണ്ണ ഞാൻ അടിച്ചൊടിക്കും. സത്യം പറഞ്ഞ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏതില് കാര്യമില്ലെന്ന്? അല്ല, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല അല്ലേ ഭവാനി? എന്തോന്ന്? ഡയറ്റ് ഒക്കെ വേണം, പിന്നെ ജിമ്മിലും പോവാം. പക്ഷെ ഇപ്പൊ എല്ലാം കുറച്ച് ഓവറാണ്. ഇത്ര ലിറ്റർ വെള്ളം, ഇത്ര ലിറ്റർ ജ്യൂസ്, അതൊന്നും ശരിയൊന്നുമല്ല. കേരളത്തിന്റെ പരമ്പരാഗത ആഹാരമായ ചോറ് ഇപ്പൊ കട്ട്. ഓരോരോ പ്രകൃതിക്ക് അനുസരിച്ചിട്ടല്ലേ ദൈവം ഓരോരോ ആഹാരക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കണേ, അല്ലേ? അല്ലേ? അല്ല ആണ്. എന്തോന്ന് ഇവൻ പ്രഭാഷണ രൂപമാണ് ഇങ്ങനെ തട്ടിവിട്ടോണ്ടിരിക്കണേ? ചേച്ചിക്കറിയാല, പണ്ട് ഞാനും അച്ഛനും കൂടെ ഓരോ കട്ടൻ ചായ അടിച്ചുകൊണ്ട് നേരെ പറമ്പിലോട്ടം ഇറങ്ങിയാണ്. ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് നല്ല കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞിയും കപ്പയും ചക്കപ്പുഴുക്കും ഉണ്ടെങ്കിൽ ചക്കപ്പുഴുക്കും ചേർത്ത് ഒരു പിടി, തൈരും ഉടങ്കുലും മുളകും ഉണ്ടെങ്കിൽ സൂപ്പർ. പിന്നെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ചോറും പിന്നെ പച്ചക്കറികളും കൂടെ ചേർത്തിട്ട് ഒരു പിടിയാണ്. വൈകുന്നേരം ചായ കുടിച്ചാലായി, ഇല്ലെങ്കിലായി. രാത്രി ഒരു 8 മണിക്ക് മുന്നേ നല്ല ചൂട് കഞ്ഞിയും ചമ്മന്തിയും പയറും. ചേച്ചി അതറിയാല, അച്ഛൻ്റെ എൻ്റെ ശരീരം കിട നല്ല ഉരുക്ക് പോലെ ഇരിക്കും. ഉരുക്കാണ്, ഉരുക്ക്. ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കും. അത് ശരിയാ, പക്ഷെ അതിന് ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് വെള്ളം ധാരാളം കുടിക്കും. വെള്ളത്തിന് തോപ്പിക്കാൻ ഒന്നിനും പറ്റൂലെന്ന്. ഇവിടെ വടി എന്തിന്? പറയട്ടെ വന്ന് പിന്നുണ്ടല്ലോ നല്ല ശുദ്ധമായിട്ടുള്ള കിണറ്റിലെ വെള്ളം, മോരും വെള്ളം, പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞി വെള്ളം, ഇതൊക്കെ മതി. പരിപാടി ഇതാണ്. കൂന്താലി കൂന്താലി. എന്റെ പൊന്നെ എന്തൊരു ഷോ! അത്രയ്ക്ക് ഇതാണെങ്കിൽ ഒരു 5 പുഷപ്പ് കാണട്ടെ. 5 പുഷപ്പ് കാണട്ടെ. പിന്നെ അല്ല, ഇപ്പൊ ഇട്. മാമ എടുത്ത് കാണിച്ചു വിടുവാ.
ഇപ്പഴാ? ആ 5 അല്ല 10 എടുത്തു വിടും. എടുത്തിട്ട് പോയാൽ മതി. 1 2 3 മാവാ. ഉണ്ട് കുറച്ച് കുറച്ചാളാ? പണ്ടത്തെ മസിൽ മെമ്മറി. നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 അയ്യോ അയ്യോ. വെള്ളം എടുത്തോണ്ട് വാ. അതാ അതായിരിക്കും. 50 51 ആ ഇപ്പൊ ഇത്രയും മതി. ഇങ്ങനുണ്ട് വെള്ളം വേണോ? എന്തോ വെള്ളം വെള്ളമൊക്കെ ഞാൻ കൊറേ കുടിച്ചല്ലേ കേട്ടാ. അല്ലേ പോ 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 പോ. എന്താ കാണിക്കണ ഇത്? അയ്യേ അവരെന്ത് ഒരുമാതിരി നടന്നു പോണത്? അതെന്ത് ഇങ്ങനെ എങ്ങനെ പോണവൻ? ഭവാനിയേ, ഭവാനി, ഓ നീ ഇറങ്ങിയില്ലേ? ഓ ഞാൻ റെഡിയാ. ആ ആഹാ, രണ്ടുപേരും റെഡിയായ? ഞാൻ വിചാരിച്ച അമ്മ ഓഫീസിൽ വന്നിട്ട് പോകത്തുള്ളായിരിക്കും. ഹലോ എപ്പോഴും പോകും നമ്മള്. കുട്ടുവാമായി നമുക്ക് ഇതെന്ത് രണ്ടുപേരും പോവാറങ്ങിയോ? ഞാൻ വിചാരിച്ച ചേച്ചി വന്നിട്ടേ പോളൂന്ന്. അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മക്കളെ, പോണ്ടായോ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് പടവലത്ത് പോണോ? നമ്മൾ രണ്ടും കൂടെ നേരെ പടവലത്ത് ചെല്ലും. അവിടെ ചെന്ന് കുട്ടേണ്ണനെ ഞാൻ കണ്ടതിന് ശേഷം അവിടെ നിന്ന് വച്ച് വിടും ആരെയായിട്ട്. ഓ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് എന്തിനാ തങ്കത്തിന് ക്രിക്കറ്റ് കുത്തോളാനോ? എടാ നിനക്ക് അവള് കഴിക്കാനൊക്കെ തരാറുണ്ടോ? ഭവാനി, ഞാൻ അതെന്തൊരു വർത്താനം പറഞ്ഞത്? പണ്ടേ നീ അവളെ കള്ളും കുടിച്ചോണ്ട് ദ്രോഹിച്ചതിനെ അവള് നിനക്ക് പച്ചവെള്ളം തരതരാത്തതാ. ഭവാനി, ഇതിപ്പോ രണ്ടുപേരും കൂടെ പടവലത്ത് എത്തുമോ അതോ വഴി കിടന്ന് അടി വിടുവോ? ആരെങ്കിലും വരണോ കൂടെ? തണ്ട ആരും വരണ്ട, ഞങ്ങൾ അങ്ങ് പോക്കോളാം. ആ നമ്മളങ്ങ് പോകും. ആ, അത് നമുക്ക് പോണ വഴിയില്ലേ കടയിൽ കയറി ഇറച്ചിയും പൊറോട്ടയൊക്കെ മാറ്റി തിന്നോണ്ട് പോവാം. ഈ പല്ലില്ലാതെ എങ്ങനെ ഇറച്ചി തിന്നുന്നേ? ഓ അതൊക്കെ ഞാൻ തിന്നോളൂ. എന്നാ ഇരിക്കട്ടെ. അയ്യോ എനിക്കെന്തിന് ഇത്രയും പൈസ? തിരിച്ചു വരാളും കൂടെ ഉണ്ട്. അമ്മയ്ക്ക് ഓർഡർ വെക്കളെ. അമ്മയ്ക്കുള്ളത് നേരത്തെ കൊടുത്തിട്ടുണ്ട്, വെച്ചോ. വെച്ചോ ശങ്കര. ശിവട്ട, ഓ പറഞ്ഞു വന്ന നീ നമ്മുടെ ഉറ്റ ബന്ധുവൊന്നും അല്ല. ഒരു വഴയിൽ ബന്ധുക്കളായി എനിക്കെന്തോ നിങ്ങളുടെ കൂടെ കൂട്ടണൻ്റെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ എൻ്റെ മോയി പോലും ഇതേപോലെ തന്നിട്ടില്ല. അതൊന്നും സാരമല്ല. ഇത് ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ കരയല്ലേ? എന്നാ കരയല്ലേ? കണ്ണീര് വന്നു പോണാണ്. സങ്കടം വരുമ്പോ കണ്ണീര് വരണല്ലേ? സാരമല്ല സാരമല്ല. അതൊന്നും അതിൽ വെച്ച് തേക്കാതെ. സന്തോഷമായിട്ട് പോയിട്ട് വരണം. നമുക്ക് ഇറങ്ങാം. പോവാ മക്കളെ. ശ്രീകുട്ട കേട്ടാ മക്കളെ പോട്ടാടാ. അമ്മ പോയി. ടാറ്റാ ബൈ ബൈ. അപ്പൂമ്മ ബൈ. പോയിട്ട് വരാം മക്കളെ. മോളെ ഗൗരി പെട്ടെന്ന് അങ്ങ് വന്നേക്കണേ. വരാമ്മ. മക്കളെ ഇല്ലടി, നിന്റെ ശരീരം നീ നോക്കിക്കോളണം കേട്ടോ. ഇങ്ങനെ പോവല്ലേ, ശരിയാവൂല. കൊണ്ടോക്കളെ. മോനെ കേശു പോയിട്ട് വരട്ടെ. മോനെ ഇത് ചിരിക്കണേ? ഓണം വഴിക്കാ വന്ധ്യ വയോധികൻ എനിക്കിട്ടൊന്ന് താങ്ങി. മോനെ ശ്രീകുട്ട, കൂടുതൽ ഡയലോഗ് അടിയൊന്നും വേണ്ട, മര്യാദക്ക് ജിമ്മി വരാൻ നോക്ക്. മോളെ ഗൗരി, നിന്റെ ജിമ്മിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടല്ല, അത് ഈ ശരീരത്തിന് തികയൂല. മോനെ ആദ്യം വന്നു നോക്ക്, എന്നിട്ട് ഡയലോഗ് അടി. നീ കണ്ടല്ല ഇന്നലെ പുഷപ്പ് എടുത്തേണ്ട? സാധാരണ ഞാൻ ഒറ്റ കയ്യിലാണ് എടുക്കാറ്. ചിലപ്പോ കൈ മടക്കി വെച്ചിട്ട് എടുക്കും. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ജിമ്മിന് ഒരുക്കിക്കോ പടവലം ശ്രീകുട്ടനെ വരവേൽക്കാൻ വേണ്ടി. വന്നില്ലെങ്കിൽ ഞാൻ തൂക്കി എടുത്തോണ്ട് അങ്ങ് പോവും. എടുക്ക് നാളെ. അമ്മായി, ഞാനും കൂടെ ഒന്ന് ജിമ്മിൽ വരുന്നതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം? അത്ര നല്ല അഭിപ്രായമല്ല. രാവിലെ ഒന്ന് എണീറ്റ് ഓടാൻ പോകാൻ നോക്ക്. ഇവിടെ ഒരു കാര്യം പറയട്ടെ. പറ. അവളിതുവരെ എണീറ്റില്ലേടാ? ലച്ചാച്ചേ,
എടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു വിളിച്ചാൽ ചെവി അടിച്ചു പോയി കാണും. എന്തുവാ എന്താ എണീറ്റപ്പോ കുറച്ച് ലേറ്റായി. എന്നാലും ഞാൻ വിചാരിച്ചു ജിമ്മിൽ പോവാന്ന്. ഇയാള് പറഞ്ഞ ശ്രീ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്തോ. അതിനെ നീ കിടന്ന് വിളിച്ചു പോയിക്കൊണ്ടിരുന്നേ. ഹോ ഇന്ന് എനിക്കൊരു സുഖമില്ല വരാൻ. ഇവിടെ വാടോ താമന്ന് അടിപൊളിയായിരിക്കും. അടിപൊളിയൊക്കെ തന്നെയാണ്. നിങ്ങൾ പോയിട്ട് വാ. പിന്നെ കുട്ടിപോലും വരാന്ന് പറഞ്ഞില്ലേ? ആ ലച്ചു ചേച്ചിയൊക്കെ ജിമ്മിൽ പോകുന്ന കാര്യം അറിയിക്കുമ്പോൾ എനിക്ക് ചിരി വന്നത്. എന്തിനു ചിരി വരുന്നത്? ഈ അമ്മായി ജിമ്മിൽ ഈ എല്ലടിച്ച് പരിപ്പിക്കണ പരിപാടിയല്ലോ ഉണ്ടോ? അമ്മി പറയണ കേട്ടാ അമ്മ. എടാ മിണ്ടായില്ലേടാ. ചുമ്മാ അങ്ങ് ബോഡി ഷെയിം ചെയ്യല്ലേ. ഞാൻ ഒന്നൊരു ഫ്ലോയ്ക്ക് പറഞ്ഞത് ഉള്ള കാര്യം പറഞ്ഞൊരു തെറ്റാണോ? ഒരു കാര്യം ചെയ്, അമ്മ നീ കൂടെ പോരോ കൂടെ. അത് തന്നെ ചെല്ലടാ. എന്നിട്ട് മസിലൊക്കെ അടിച്ച് പെരുപ്പിക്കേ. അടിച്ചേൽപ്പിക്കും. അവൻ അച്ഛനെ പോലെ വാചകം പിടിക്കാനല്ല പിന്നെന്താ അറിയണേ. അമ്മ ഈ ജിമ്മിൽ പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കേസൊന്നുമല്ല. ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം പോലെ ഇരിക്കണം. കുറച്ച് മാംസവും മജ്ജയും വയറും ഒക്കെ ആയിട്ട്. ഇതൊരു മാതിരി ഇരുമ്പോലൊക്കെ പോലെ. ഞാൻ പറഞ്ഞില്ലേ ഒരു അച്ഛനെ പോലെയാ. വാചകം ഓടിച്ച് നമ്മളവിടെ ഇരുത്തിക്കളയും. അല്ല പിന്നെ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കാതെ ചായ ഇട്ടതാ ആരെങ്കിലും? അപ്പൊ വരണില്ലേ? എവിടെ? ഇപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ മറന്നാ? എന്തോന്ന് പറഞ്ഞു? ജിമ്മിൽ വരണമെന്ന് ആര് പറഞ്ഞു? മാമൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊന്നുമില്ല. അത് അപ്പോഴത്തെ മൂഡിൽ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. ചായ ഇട്. ഇന്നലെ എന്തൊക്കെയായിരുന്നു? ജിമ്മിൽ പോണ്, മാമി എടുത്തോണ്ട് പോണ്, ഭയങ്കരം തന്നെ. പാചകം അടിച്ചോണ്ടിരിക്കാതെ ചായ ഇട്ട് കഴിച്ചു. ഇട ചെറുക്ക ഈ ചായം കുടിച്ച് വയർ നിറപ്പിച്ച് പെട്ടെന്ന് എന്തെങ്കിലും പോയി ചെയ്യണേക്കാം. അത് തന്നെ നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം കുട്ടിമാമ. എങ്ങനെ പറയുന്നേ? എന്താ എനിക്കെന്താ കുഴപ്പം? ഞാനും ഒക്കെയാണ്. ആൻഡ് ഐ എം ഹെൽത്തി ടു. എനിക്കെന്താ പ്രശ്നം? എന്നാ നീ കൂടെ വാ. ലച്ചു വന്നാ ഞാനും വരാം. ആ ചെല്ല് ലച്ചല്ലേ. നടന്ന പോലെ തന്നെ മക്കൾക്ക് മടി. അത് ഞാൻ വിശ്വസിക്കൂല. ലച്ചൊരു മടിയൊന്നുമില്ല അല്ലേ? എനിക്കെന്താ മടി? ഞാൻ ഫുൾ ഓൺ ഫുൾ പവർ. പോ അങ്ങോട്ട് മാമ നമുക്ക് ജിമ്മിൽ നിന്ന്. പിന്നെന്ത്? ആ നീ ജിമ്മിൽ കിടന്ന് 4 ഡമ്പലും എടുത്തിട്ട് ഇങ്ങനെ കൈയിട്ട് ആൽക്കണ പോലെ അല്ല. ജിമ്മിലെ വർക്കൗട്ട് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അതെ ബാ. ഞാൻ റെഡി ആയിട്ട് വരാം. അങ്ങോട്ടോടെ ശരിയാണല്ലോ. ഇപ്പോഴേ റിലേ പോയി. ആരംഭശൂരത്തോ ആണ്ടിരുന്നാ മതിയായിരുന്നു ഇതൊക്കെ. കുട്ടുവാമ നമുക്ക് ഇന്ന് 2.5 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാം. വേണം. ഫസ്റ്റ് ഡേ ഒന്ന് അത്രയും വർക്കൗട്ട് ചെയ്തൂടാ. ഫസ്റ്റ് അത്രയും വർക്കൗട്ട് ചെയ്തൂടന്ന്. ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം വർക്കൗട്ട് ചെയ്തിരുന്നാണെന്ന് അറിയാമോ? ഗൾഫിലായിരുന്നു ആര് വർക്കൗട്ട് ചെയ്തെന്ന്? സംസാരിച്ചോണ്ടിരിക്കാം. അമ്മ യു ഡോണ്ട് വറി. ഞങ്ങളൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാ. ഞാൻ ഈ വാഴക്കാല ജിമ്മിൽ 2 കൊല്ലം പോയതാണ്. എത്ര കൊല്ലം പോയത്? സംസാരിച്ച സമയം കഴിയുമ്പോൾ എന്റെ കൈയും കാലൊക്കെ തരിക്കുന്നു. എന്തിനു ധരിക്കണത്? ജിമ്മിൽ പോട്ടെ, വർക്കൗട്ട് ചെയ്യണ്ടേ? പൊന്നേ വാ വാ. അതെ ഇവിടുന്ന് ഓടിപ്പോയിരുന്നല്ലേ നമുക്ക് അത്രയും പോടണോ? എന്നാ വാ. ഓടണ്ട. എത്ര ഇപ്പൊ? 38. 38? 15 അടിക്കാൻ പറഞ്ഞ. 15? ആ 15. സ്പീഡ് കൂടിയപ്പോഴത്തേക്ക് കൂടി. അയ്യോ 15 മതി. മതിയാ? ആ നിർത്തട്ടെ. നിർത്തിക്കോ. വെയിറ്റ് കൂട്ടണ്ടേ? വെയിറ്റ് അടുത്തേക്ക് കൂട്ടാം. ഒന്നും ഫീൽ ചെയ്തില്ല. അടുത്തേക്ക് വെയിറ്റ് കൂട്ടാം. അടുത്ത ലെഗ് ചെയ്യാം. ലെഗ് ആ ലെഗ് അടിക്കുക. ഓ പയ്യ മതി. ഇത് ചെയ്താ മതിയോ? ആ അത് ചെയ്താൽ മതി. സ്പീഡാണ്. ഓക്കെ 15 നമ്പർ അടിച്ചത് കേട്ടോ. 15 നമ്പർ. 15. ആ തല ചേച്ചി. ഇത് ആ ഫുൾ നേരെ വെക്കണ്ട. ഇത്ര മതി കേട്ടോ. 15. അല്ലേ? ആ കറക്റ്റാ. ഇത് വെയിറ്റ് കുറവ്. വെയിറ്റ് കുറവാ? ആ എവിടെ പോണ്? വെയിറ്റ് കുറവ് കൂട്ടുകയില്ല. അത് മതിയെന്നല്ലേ പറഞ്ഞത്? എന്തോന്ന് കാണിക്കണേ? കൂടുതൽ ചെയ്ത ഇഞ്ചുറി വരും. ഇഞ്ചുറി വരും. കുറെ കണ്ടായിരുന്നു. ഇന്ന് കിടക്കാൻ വീട്ടില്. ഞാൻ വിളിച്ചു പറയുവേ. ട്രെയിനർ പറഞ്ഞത് നീ ചെയ്യും. ഞാനും പറയണം. ട്രെയിനർ പറഞ്ഞ ചെയ്. കൊറേ ദിവസമായേ ശ്രീ ചെയ്തിട്ട്.
എന്ത് ഇത്ര വെച്ചിട്ടാണോ ഇത്ര വെച്ചിട്ടാണോ വെയിറ്റ് ഇതിപ്പോ കുറവ് കുറവാ ഒന്നുകൂടെ ഇടാന്ന് വിചാരിച്ചു. അതെന്തിനാ ഏ ഇഞ്ചുറി എത്ര ചെയ്ത് കഴിഞ്ഞാ ഏയ് ചേട്ടൻ ഞാൻ ചേട്ടൻ ഇഷ്ടം പോലെ ചെയ്തു പിന്നെ എടോ എന്തോടോ കാണിക്കണേ ശ്രീ എന്നെ ഇടാവണമെന്ന് വിളിച്ചോളൂ, ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞു കേട്ടോ. ഇത്രയും വെയിറ്റ് ഇടാതെ മാറ്. മാറവിടെ എന്തിന് ഇത്രയും വെയിറ്റ് ഇട്ട് കളിക്കണം? ഇഞ്ചുറി വരും. എനിക്കറിയാം. ഇവിടെ തിരിച്ചു നടക്കട്ടെ. ഞാൻ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഇഞ്ചുറി വരും. ആവശ്യത്തിന് ചെയ്യും. 15 കൗണ്ട് പോലും ചെയ്തില്ല. എനിക്ക് ആദ്യം ചെയ്ത് ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടിട്ട് പിന്നെ കുറയ്ക്കേ ഉള്ളൂ, അങ്ങനെയാണ്. എന്തോ കുഴപ്പമുണ്ട് രാവിലെ. എന്തോ കഷ്ടം. ഇഞ്ചുറി വരുവേ ശ്രീ. നീ പോയി വർക്കൗട്ട് ചെയ്യ്, ചെല്ലു പോ. എന്തേലും കാണി. ഓ. ആപ്സിന് കളിക്കണ്ട നമുക്ക്. ആബ്സിന് കളിക്കാം. നിന്റെ കഴിഞ്ഞാ? ഓൾമോസ്റ്റ് ഡൺ. അതല്ലേ ഇങ്ങട്. അല്ല ഇത് ഞാൻ കൊണ്ടുവച്ചോളാം. വേണ്ട, ഞാൻ കൊണ്ടുവയ്ക്കാം. ഇത് വേറെ ടെക്നിക്കാണ്, ഞാൻ പറഞ്ഞാ നോക്കിയോ. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന അതുകൊണ്ട് ആ 2 വെയിറ്റും കൂടെ എടുത്തിട്ടാണ്. അതും കൂടെ എടുത്തിട്ട് വെച്ച് ഒന്നും ചെയ്യണ്ട, ചുമ്മാ കിടന്ന് ഷോ നീ കാണിക്കണം. അതെടുത്തിട്ട് അവള് പോയാൽ മതി. എടുത്തിട്ട് അതിൽ ഇതാ അതെ ഇത് ഇതാ. ആ ഇട് പിന്നെ പിന്നെ രണ്ടെണ്ണം കൂടെ എടുത്ത് തരട്ടോ. അപ്പുറത്തും കൂടെ ഇരിപ്പുണ്ട്, ഇട് ഇത് കാണിക്കണമുണ്ട്. ഇട് 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 പെട്ടെന്ന് അവിടെ ആ ഓക്കെ. ഓക്കെ. മാമ സംഭവം കൊള്ളാം, അടിപൊളിയാണ്. പക്ഷെ ഇച്ചിരി ഓവർലോഡാണ്. ഓവർലോഡ് അല്ല, ഓവർ ഷോ. ഞാൻ ഗൾഫിൽ പോയതിനു ശേഷം ഒരു 6-7 മാസത്തെ കാലത്തോളം ട്രെയിനറായിട്ടാണ് ജോയിൻ ചെയ്തത്. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു. ഇതൊന്നും പറഞ്ഞില്ലല്ലോ ശ്രീ. എല്ലാ കാര്യം ഇപ്പൊ പറയാൻ പറ്റുമോ? പറയണം. സംസാരിക്കാൻ പാടില്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ, പ്ലീസ്. എന്താ ഈ നോയിക്കൊണ്ടിരിക്കണം? നിനക്ക് ചെയ്യണ്ടേ? നിനക്ക് ചെയ്യണ്ടേന്ന്. പോയി വർക്കൗട്ട് ചെയ്യടി. ഇന്നത്തേക്ക് ഇത് പോരെ. ഇല്ല ഇല്ല ഇല്ല, പോരെ പോരെ, പോയി ചെയ്യണം. 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 ട്രെയിനർ അവിടെ. അടുത്തത് അമ്മായി പോവാം. അതിന്റെ ശ്രീ വരണ്ടേ? വന്നാലല്ലേ പോവാൻ പറ്റൂ. ഈ ഷൂസ് അവിടെ വെച്ചിട്ട് പോവാമേ. ഇവിടെയാ. വിളിച്ചേ. ആ, രണ്ടും ഒന്നിൽ വെച്ചാലോ? ഒന്നിൽ വെച്ചോ, അതിൽ വെച്ചോ. കുട്ടുവാമാ. നീ എവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കണ? സോറി, ഞാൻ വീടാണെന്ന് വിചാരിച്ചു കാണും. എവിടെ പോയി കിടക്കുവാ? പോവാം. പിന്നെ ഇന്നിപ്പോ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നത്. നാളെ 2 മണിക്കൂർ മുമ്പേ വരണം. ഉറങ്ങിപ്പോയി അത് ഇത് എന്ന് പറഞ്ഞിട്ട് പറ്റൂല കേട്ടോ. കുറെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് വിട്ടുപോയി. ABC ജ്യൂസ്. ABC? പിന്നെ ABC എന്ത് ചെയ്തിട്ടാണ് ABC ജ്യൂസ് കുടിക്കുക? വർക്കൗട്ട്. നല്ല രസം. ഭയങ്കര പഠിത്തമാണോ? ഓ തന്നെ. പഠിക്കുകയാണോ അതോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്റെ പറ, എനിക്ക് എന്തുവാ വേണ്ടേ? ചുമ്മാ കൈവാക്കിനൊന്ന് കണ്ട് പൊക്കെ. പോ, ചെല്ല് പോ. അമ്മേ അമ്മേ എന്തിനാ അമ്മ വിളിക്കണേ? എന്താണ് വെറുതെ പഠിച്ച് തള്ളുന്നു. എന്താ ചെയ്യാ നിനക്ക്? എന്തിനാ തള്ളണത്? അമ്മ അവള് പറയണ വിശ്വസിക്കരുത് കേട്ടോ അമ്മ. ഞാൻ എന്തേ നോക്കി, ഞാൻ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടാണ് വന്നിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ എവിടെ വന്ന് നിൽക്കാണ്ട് അങ്ങോട്ട് പോ. ദേ ഇതിങ്ങനെ കാണിച്ച് എന്നോട് തള്ളി മറിച്ചിട്ടെന്നൊക്കെ പറഞ്ഞത്. ചെന്നൈയിൽ പഠിക്കാൻ പോയതിനു ശേഷം ഭയങ്കര ജാടേ. പറവേ നിർത്തിക്കോട്ടാ. ഇതിപ്പോ എല്ലാവർക്കും ഒരു സംസാരമുള്ള എന്റെ ജാടയെ പറ്റി. അത് തന്നെ എന്തോന്നത് എല്ലാരും ഇങ്ങനെ പറയല്ലോ കേട്ടോ. പാവം കൊച്ചിന് വിഷമാവും. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. കേശുവേ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. നീയാണ് ഇത് തുടങ്ങി വെച്ചത്. ചേച്ചി, ശ്രീയെ കണ്ടാ? ഇല്ല, അപ്പുറത്ത് ഉണ്ടാവുമല്ലോ. നീ കണ്ടാടാ? ഇല്ല, രാവിലെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ചേടാ, ജിമ്മിൽ പോവാൻ സമയമല്ല. ഈ ലച്ചു എവിടെ? ലച്ചുതേ കിടന്നോട്ടുണ്ട്. അങ്കപ്പാറ് ഒരു പൊതപ്പ് ചുരുട്ടൂട്ടി കിടക്കുന്നുണ്ടാ?
അതിനകത്തുണ്ട്. ഡേ ഡേ എണീക്ക് പോവാം. എണീക്ക് പോവാം. പോവാം. സമയല്ലേ അച്ചു, ജിമ്മിൽ പോണ്ടേ. പിന്നെ പോണ്ടേ? എണീറ്റ് വാ. എണീക്ക്. ശരി, ഞാൻ വരാം. ഒന്ന് പറയടേ. ലച്ചുവേ, എന്റെ മോള് പോണില്ലേ ജിമ്മില്? പിന്നെ പോണ്ടേ? ഞാൻ എണീറ്റ്. വാ വാ എണീറ്റ് വാ. വാ വാ എണീറ്റ്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. കുട്ടുവാനോടെ കുട്ടു വരും. ശ്രീ വരൂ, എണീക്ക്. നീ ആദ്യം എണീക്ക്. അവിടെ വാ. അമ്മ പൊക്കോ, ഞാൻ വന്നു. എന്നാൽ ഈ ശ്രീ ഇതവിടെ പോയി. ഇന്നലെ വർക്കൗട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി ഇവരൊക്കെ ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. എടാ ഒന്ന് നോക്കടാ ഇവിടെ എവിടെയെങ്കിലും. വിളിക്കുന്നേ, ഫോണിൽ വിളിക്കേ. എന്നാ പിന്നെ ഫോൺ വിളിക്കാം. ഇപ്പൊ ഫോൺ അവിടെ വെച്ചേ. താഴ്ത്തിട്ട് ഉരുട്ടു. എണീര്. എണീറ്റല്ലോ. മാമനോട് ഇല്ല. എവിടെ പോയത്? അതെ, മുട്ട വേണ്ടേ? വേണം. ഒരാൾക്ക് 5 മുട്ട, 3 പേര് കൂടെ 15 മുട്ട പൊഴി വെക്കണോ അല്ലേ? അപ്പൊ എടാ എണീര്, പോവാം. പോവാം. കുട്ടുവാൻ പറഞ്ഞു പോവാം. കുട്ടുമാനെ അവിടെ ഒന്നും കാണാനില്ല കേട്ടാ. പോയെന്നു ശ്രീ ഇത്. അയ്യ, ബോൾ കളിക്കാൻ പൊന്നു പെണ്ണെ, ഈ സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്. ചുമ്മാ കൊണ്ട് എപ്പോ നോക്കിയാലും ബോൾ കളി എന്ന് പറയും. ഒറ്റ ചിന്ത. ശിവ, അവള് പോയിക്കോളൂ, നീ ഇരുന്ന് പഠിക്കാൻ നോക്ക്. എന്തോന്നത്? ഇതെന്ത് കട്ടലിന്റെ അടി കയറി കിടക്കണം? ഞാൻ വെറുതെ നിങ്ങളെ പറ്റിക്കാനായിട്ട്. സമയം എണീര് പോവാം. പോവാന്ന്. എണീര്. ഡ്രസ് മാറ്റ്. വരണം. പിന്നെ വരണം. വരില്ലേ? ചെല്ല്. മാമൻ വരും, മോളെ ഇങ്ങോട്ട് പോരെ. പോരെ. കല്ലു ഇങ്ങോട്ട് വാ. എന്ത് 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 അനങ്ങണ? പതിയെ പെട്ടെന്ന് വാ. ഇന്നലെ അപ്പോഴേ ട്രെയിനർ പറഞ്ഞാണ് ഇത്രയും വെയിറ്റ് ഇട്ട് അടിക്കല്ലെന്ന്. ഇന്ന് റോബോട്ട് നടക്കണ പോലെ നടക്കണം. അത് ഇന്നലെ എത്ര പ്രാവശ്യം ട്രെയിനർ പറഞ്ഞെന്നറിയാമോ ഇത്രയും വെയിറ്റ് ഇട്ട് അടിക്കില്ല? എന്തൊരു ഷോ ആയിരുന്നെന്ന് അറിയാമോ അതിന്റെ അകത്ത്? പെട്ടെന്ന് ഡ്രസ് മാറ്റ്. പോവാൻ. അയ്യോ ചേച്ചി, ഞാൻ പറഞ്ഞില്ല ചേച്ചി. ഞാൻ പറഞ്ഞില്ല. എന്ത് വരാത്ത? വയ്യാന്ന് നമുക്ക് മാറും. അല്ല, അതുകൊണ്ടല്ല. ഡ്രസ് മാറ്റ്. അയ്യോ ചേച്ചി, എന്നെ കൊണ്ടുപോലെന്ന് പറഞ്ഞു. നീ അല്ലേ പറഞ്ഞ പോവാന്ന്? ഞാൻ വന്നില്ല. ഇതെന്തോന്ന്? പെട്ടെന്ന് ഡ്രസ് മാറ്റ്. ഇരുന്നേക്ക് മതി. എന്റെ കുട്ടിയോമ വന്ന്. ശ്രീ ഇറങ്ങിറങ്ങ്. കൊണ്ടുപോയില്ല. ഞാൻ വരില്ല. അതുകൊണ്ടാണ്. ഒന്നേ പറ്റൂ. എവിടെ പോവാനും ചെല്ലടി. ചേച്ചി എന്നെ കൊണ്ടുപോയില്ല. ഉണ്ടല്ലോ പിന്നെ നടക്ക്. മഴ വലിക്കല്ലേ. മസിൽ ഇളവിയിരിക്കണം. ഒരു ഓട്ടോയിൽ പോയാൽ മതിയേ. എന്നെ കൊണ്ടുപോകണം. പിടിച്ച് വലിക്കല്ലേ, വേദനയാ. കഷ്ടമാണത്. പറ്റൂല. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ ഇവിടെ ഇരിക്കട്ടെ, കുറച്ചേരം ഇരിക്കട്ടെ.